അനിവാര്യമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇവ എത്തണമെങ്കിൽ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച പാടില്ല. നിശ്ചിത തൂക്കത്തിൽ തുല്യ അളവിൽ ആവശ്യമായ മോളിക്യൂൾസ് ഉണ്ടായിരിക്കണം. കുറേ ക്വാളിറ്റി പോളിസിയും കുറേ മെഷേഴ്സ് ഉണ്ട്. ഏതൊക്കെ രീതിയിൽ ഇൻസ്ട്രുമെൻ്റ് ഹാൻഡിൽ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ പ്രൊഡക്ഷൻ പ്ലാന്റിലെ എക്യുപ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യണം, ലാബിൽ എങ്ങനെയായിരിക്കണം, കാലിബ്രേഷൻ എങ്ങനെയാണ്, ഇന്ന പ്രോഡക്റ്റിന് ഇന്ന ക്വാളിറ്റിയുള്ള റേഞ്ചിൽ ഉള്ള പ്രോഡക്റ്റ് നിങ്ങൾ ചെയ്യണമെന്ന് കസ്റ്റമേഴ്സ് നമ്മളോട് പറയും. അപ്പോൾ ആ ഇത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രൊഡക്ഷനെ നമ്മൾ ട്യൂൺ ചെയ്യും, ആ ലെവലിലേക്ക് എത്തിക്കാൻ. അതല്ല, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ പല ബാച്ചുകൾ ചെയ്ത് അതിൻ്റെ ഓരോ പാരാമീറ്റേഴ്സ് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മളാണ് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് പർട്ടിക്കുലർ പാരാമീറ്റർ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നമ്മളാണത് ഫിക്സ് ചെയ്യുന്നത്. ഈ ഡ്രൈഡ് റോ മെറ്റീരിയൽസ് എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് പല വിധത്തിലുള്ള സോൾവെൻറ്റ് ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും എഡിബിൾ സോൾവെൻറ്റ്സ് ആണ്. ആൽക്കഹോള് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സോൾവെൻ്റാണ്. അത് ഈ ആൽക്കഹോള് ഈ പൗഡേർഡ് മെറ്റീരിയലിലേക്ക് റോ മെറ്റീരിയലിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് എക്സ്ട്രാക്റ്റ് ചെയ്ത് ഇതിൻ്റെ എസെൻസും എല്ലാം അതിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ കിട്ടുന്ന എസെൻസിനെ പിന്നെയും പ്യൂരിഫൈ ചെയ്യും. ഇതിനു പുറമെ ഏറ്റവും പ്രബലവും വിപുലവുമായാണ് ഗവേഷണം നടക്കുന്നത്. കൂടുതൽ ജൈവ ഉൽപ്പന്നങ്ങളിലെ സൂക്ഷ്മ സത്തുക്കൾ ശേഖരിച്ച് അവ ആധുനിക ലോകത്തിന് പ്രയോജനപ്പെടുത്തുകയാണ് രീതി. പലപ്പോഴും വിദേശത്ത് നിന്ന് തന്നെ ഇത്തരം എക്സ്ട്രാക്ഷനുകളെക്കുറിച്ച് ആവശ്യം ഉയരും. തുടർന്ന് അവയെക്കുറിച്ച് ഇവിടെ ഗവേഷണം നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ റോ മെറ്റീരിയൽ നമ്മൾ സെർച്ച് ചെയ്ത് റോ മെറ്റീരിയൽ കൊണ്ടുവരുന്നു. ആ റോ മെറ്റീരിയലിനെ നമ്മൾ പല രീതിയിൽ ലാബിൽ പല എക്സ്ട്രാക്ഷൻസ് നടത്തി അതിൻ്റെ ആ ഒരു മിനിയേച്ചർ ഫോമിലുള്ള ഒരു ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷൻസും എല്ലാ പാരാമീറ്റേഴ്സും എല്ലാം നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. ഇപ്പോൾ ലാബിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ ക്ലിനിക്കൽ എഫിക്കസി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഇൻവിട്രോ മെക്കാനിസം വഴിയായിരിക്കും. ഇൻവിട്രോയിൽ നമ്മൾ ആ പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് നമുക്ക് ഫേവറബിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് പ്രീ ക്ലിനിക്കൽ ട്രയൽസ് ഇൻ ആനിമൽ മോഡലിലേക്ക് നമ്മളത് ചെയ്യും. ആനിമൽ മോഡലിൽ അതിൻ്റെ എഫിക്കസിയും സേഫ്റ്റിയും രണ്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ആണ് നമ്മൾ അതിൻ്റെ ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയൽ ലെവലിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മുടെ കേരളീയ ജൈവ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ മൂല്യം കണ്ടെത്തി നൽകുകയാണ് ഈ കൂട്ടായ്മ. സസ്യങ്ങളും ഫലങ്ങളും മാത്രമല്ല, മത്തി എന്ന ചാളമീനിന്റെ നെയ്യിലെ ഒമേഗ 3 എന്ന എക്സ്ട്രാക്ഷനും ഇവിടെ നടക്കുന്നുണ്ട്. അത് ശാസ്ത്രീയമായി പൊടിരൂപത്തിൽ നൽകുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ആവശ്യക്കാർ ഏറുകയാണ്. ഒമേഗ 3 എന്ന് പറയുന്ന ഫാറ്റി ആസിഡിൻ്റെ സോഴ്സ് ഫിഷാണ് മെയിനായിട്ട് വരുന്നത്. വെജിറ്റബിൾ സോഴ്സ് ഉണ്ട്, പക്ഷേ അത് ഡിഫറെൻറ്റ് ഒമേഗ 3 ആണ്. ഏറ്റവും ബെസ്റ്റ് നമുക്കവിടെ ബോഡിക്ക് വേണ്ടത് ഫിഷിൽ നിന്ന് കിട്ടുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ആണ്. ഇതിന് രണ്ട് വിധത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, മെമ്മറി, അതും ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആണത്. നമ്പർ 2 അതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ കാർഡിയോളജിയിലാണ്. കാർഡിയാക് പ്രോബ്ലംസിന് ഇത് ഹൈ കൊളസ്ട്രോളിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മറ്റുള്ള ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇതും ഒരു ബെസ്റ്റ് ആൻറ്റി ഇൻഫ്ലമറ്ററി ആണ്. അങ്ങനെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഈ കർഷക ജൈവശാസ്ത്ര കൂട്ടായ്മ കൂടുതൽ ജൈവ ഉൽപ്പന്നങ്ങളിലേക്ക് കേരളത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നു. കൂട്ടായ ചർച്ചകളിലൂടെ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ ലാബിലേക്കും വിപണിയിലേക്കുമാണ് എത്തുന്നത്. അങ്ങനെ നേടിയ വിജയത്തിന് പ്രാദേശിക തലം മുതൽ ദേശീയ തലത്തിൽ വരെ അംഗീകാരവും ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം ഏറുമ്പോൾ ഈ കൂട്ടായ്മ ഇനിയും ഗവേഷണങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മൊത്തം വരുമാനത്തിൻ്റെ 15% ഞങ്ങൾ ഗവേഷണത്തിന് വേണ്ടി മാത്രമാണ് നൽകുന്നത്. അതിന് ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. അതിന് നമ്മൾ സ്പൈസസ് ബോർഡ് നമ്മൾ സഹായിക്കുന്നുണ്ട്. കേന്ദ്രത്തിലെ മറ്റ് ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മൾ സഹായിക്കുന്നുണ്ട്. ആ സഹായത്തിന് ഞങ്ങൾ പ്രത്യേകിച്ച് നന്ദി പറയുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തി ഞങ്ങൾ നല്ലൊരു രീതിയിൽ R&D ഞങ്ങൾ അങ്ങനെ സമ്പന്നമായ നമ്മുടെ ജൈവശാസ്ത്ര വൈവിധ്യത്തെ പുതിയ തലമുറയ്ക്ക് പ്രയോജനപ്പെടുത്തുകയാണ് ഇതുവഴി. കേരളീയ സംസ്കാരം പകർന്നു തന്ന പരമ്പരാഗത മൂല്യങ്ങളുടെ സത്ത
പുതിയ ലോകം ഉൾക്കൊള്ളേണ്ടതുമുണ്ട്. ആദ്യം നമ്മൾ നമ്മുടെ ട്രഡീഷനെ മുറുകെ പിടിക്കണം. നമ്മുടെ ട്രഡീഷനായിട്ടൊരു നോളജിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാവരും ഫാസ്റ്റ് ഫുഡിലേക്കും ആ ലെവലിലേക്കും മാറുകയാണ്. നമ്മുടെ ട്രഡീഷണൽ ഫുഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ നെല്ലിക്ക എത്ര പേര് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്? നമ്മൾ മുരിങ്ങാക്കോലിലേക്കുള്ള മെഡിസിനൽ വാല്യൂവിനെ കുറിച്ച് റിസർച്ച് ചെയ്താൽ ദിവസങ്ങളോളം നമുക്ക് മനസ്സിലാക്കാനുണ്ടാവും. മുരിങ്ങയുടെ ഇല, ഈ സാധനങ്ങളെല്ലാം നമ്മളുടെ ഫുഡിൽ നിന്ന് അന്യം നിന്ന് പോവുകയാണെന്ന് പറയുന്നതായിരിക്കും ശരി. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മടങ്ങിയാൽ ലോകത്തിൽ ഏറ്റവും ആരോഗ്യ സമ്പത്തുള്ള രാജ്യം നമ്മുടേതായിട്ട് മാറും. അതെ, നമ്മുടെ സമ്പന്നമായ സംസ്കാരവും പാരമ്പര്യവും പുതിയ ലോകത്തിനൊത്ത് ഇവിടെ പുനരവലോകനം ചെയ്യപ്പെടുകയാണ്. കൂടുതൽ മൂല്യവും നാണ്യവും അംഗീകാരവും അതുവഴി നേടാൻ നമ്മുടെ ജൈവസമ്പത്തിന് ആകും. അതറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ വിജയം തനിയെ എത്തുകയെന്നാണ് ഇവർ നൽകുന്ന പാഠം.